3 4 മാസം മുമ്പ് നമ്മുടെ കോഴ്സുകൾ പഠിച്ച എല്ലാവരും തന്നെ ഇപ്പോൾ പറയുന്നൊരു റിവ്യൂ ഉണ്ട്. മാഡം അന്ന് പഠിച്ചതിൻ്റെയൊക്കെ റിസൾട്ട് ഇപ്പോഴാണ് കിട്ടിത്തുടങ്ങിയേക്കണേ. ഇപ്പോൾ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അന്ന് പഠിച്ചിരുന്നപ്പോൾ പോലും എനിക്ക് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അന്ന് അപ്ലൈ ചെയ്തതിൻ്റെ എല്ലാ റിസൾട്ടും ഇപ്പോൾ നല്ല മാറ്റം ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ഇത് വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ ഒരു ഫാൻ ഇടുമ്പോൾ ഫാൻ നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് നേരം കൂടെ ആ ഫാനൊന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമല്ലേ. കുറച്ച് നേരം കറങ്ങിയിട്ടാണ് പതുക്കെ അത് ഓഫ് ചെയ്യുള്ളൂ. അതായത് ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻ്റത്തിൽ നിന്ന് പുതിയൊരു മൊമെൻ്റ്, അതായത് ഇനേഷ്യയിലേക്ക് പുതിയൊരു മൊമെൻ്റത്തിലേക്ക് വരുമ്പോൾ, ചലിക്കാതിരിക്കുന്നൊരു മൊമെൻ്റത്തിലേക്ക് വരണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഒരു 2-3 സെക്കൻഡ് എടുത്തതിന് ശേഷമാണ് അത് പതുക്കെ പതുക്കയിലേക്ക് വരിക. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നിങ്ങൾ പുതിയതായിട്ട് എന്ത് പഠിക്കുമ്പോഴും അപ്ലൈ ചെയ്യുമ്പോഴും എല്ലാം നിങ്ങൾ ഇത്രയും നാളും നിന്നിരുന്ന മൊമെൻ്റത്തിലേക്കാണ്, ആ അവസ്ഥയിലേക്കാണ് അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യണേ. അപ്പോൾ അത് വർക്കൗട്ടായി വരാൻ ചിലപ്പോൾ സമയം എടുത്തേക്കും, കുറച്ച് സമയമൊക്കെ എടുക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ക്ഷമ വേണം. നമ്മളൊരു ചെടി, ഒരു വിത്ത് നട്ട് അപ്പം തന്നെ ചെടി ആവില്ലല്ലോ. വാഴ നട്ട് അപ്പം തന്നെ കൊല വെട്ടാൻ പറ്റില്ലല്ലോ നമുക്ക്. അതുപോലെ ഒത്തിരി സമാധാനപ്പെടുക, ക്ഷമ കൊടുക്കുക. റിസൾട്ട് നിങ്ങൾ തേടി വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ ചെയ്യണ വർക്കിൽ കൺസിസ്റ്റൻ്റായിട്ട് എഫേർട്ട് എടുത്തുകൊണ്ടേയിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം എന്തായാലും റിസൾട്ട് വരും. ഇതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യം. നമ്മൾ മണിയുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാം. ഈ പ്രപഞ്ചത്തിൽ വാക്വം ലോ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. അതായത് ഈ പ്രപഞ്ചം ഒന്നിനെയും എംപ്റ്റി ആയിട്ട് നിൽക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ നമ്മൾ ഒരു കാലിയായ ഒരു അക്കൗണ്ടിൽ നോക്കിയിട്ട് നിങ്ങളുടെ അക്കൗണ്ട് ബാലൻസ് ഇല്ലാതെ നോക്കിയിരിക്കുമ്പോൾ അതിനെ നോക്കി വിഷമിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ പണവുമായിട്ടുള്ള ബന്ധം മിനുക്കിക്കൊണ്ടിരിക്കുക. പണവുമായിട്ട് നല്ലൊരു ആത്മബന്ധത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുക. പണം എൻ്റെയാണ്, എൻ്റെ ഓക്സിജനാണ്, എനിക്ക് എന്നിലേക്ക് എത്തുമെന്നുള്ള നല്ലൊരു വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എംപ്റ്റി ആയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് അത് വന്നോളൂ. നിങ്ങളുടെ മണി റിയാലിറ്റി മാറ്റാൻ നിങ്ങൾ മാത്രം വിചാരിച്ചാൽ നടക്കും. നിങ്ങൾ അതിനുമായിട്ട് അലൈൻഡായിട്ടിരിക്കുക. എങ്ങനെ വരും, എങ്ങനെ നടക്കും എന്നുള്ള ആ ഒരു വറിയും ചിന്തകളൊക്കെ മാറ്റിയിട്ട് ട്രസ്റ്റ് ചെയ്യുക. ട്രസ്റ്റ് ദ പ്രോസസ്സ്. ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക, പണത്തെ ട്രസ്റ്റ് ചെയ്യുക, അലൈൻമെൻറ്റിലേക്ക് വരിക, നിങ്ങൾ ദൈവത്തിനെ ട്രസ്റ്റ് ചെയ്യുക, സർവോപരി നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുക. ഒക്കെ നടന്നോളും. നിങ്ങൾക്ക് ചെയ്യാനുള്ള എനർജി എന്താണ്? നിങ്ങളുടെ എനർജി അലൈൻഡാക്കി വെക്കുക എന്നുള്ളതാണ്. എല്ലാം എനർജിയാണ്. നിങ്ങൾ ചെയ്യുന്ന വർക്കിനേക്കാൾ ഉപരി നിങ്ങളുടെ എനർജി എന്താണോ, നിങ്ങൾ എത്ര നല്ലതാണെന്നുള്ളതല്ല വിഷയം, നിങ്ങളുടെ എനർജി എന്താണെന്നുള്ളതാണ് വിഷയം. എനർജി മോശമാണെങ്കിൽ ലൈഫും മോശമാവും. ഓക്കെ, കീപ് ഗോയിങ്.